ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് വളരെ സീരിയസ് ആയ ഒരു മുന്നറിയിപ്പ് തരാനുണ്ട്. സാധാരണ നിങ്ങൾ കാണുന്ന യൂട്യൂബ് വീഡിയോകൾ പോലെ വെറും ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുക എന്നതല്ല ഈ വീഡിയോയുടെ ലക്ഷ്യം. കാരണം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം ഇൻ്റർനെറ്റിൽ വായിക്കാൻ പാടില്ലാത്തത് എന്ന് പലരും വിശ്വസിക്കുന്ന വളരെ അപകടകരമായ ഒരു കാര്യമാണ്. ഇതിനെ സയൻസ് ലോകത്ത് വിളിക്കുന്നൊരു പേരാണ് ഇൻഫോ ഹസാർഡ് എന്നത്. അതായത് ഒരു കമ്പ്യൂട്ടർ വൈറസ് എങ്ങനെയാണോ നിങ്ങളുടെ സിസ്റ്റത്തെ നശിപ്പിക്കുന്നത്, അതുപോലെ ചില അറിവുകൾ അല്ലെങ്കിൽ ചില വിവരങ്ങൾ നിങ്ങളുടെ തലച്ചോറിനുള്ളിലേക്ക് കയറിയാൽ അത് നിങ്ങളുടെ സമാധാനം കെടുത്തും. ഇതൊരു പ്രേതകഥയല്ല ഗൈസ്. എയുടെയും ലോകത്ത് ഏറ്റവും വലിയ ബുദ്ധിജീവികളെയും സാക്ഷാൽ എലോൺ മസ്കിനെ പോലും ഭയപ്പെടുത്തിയ ഒരു ഡാർക്ക് തിയറിയാണ്. ഈ തിയറിയുടെ പേരാണ് റോക്കോസ്. ഈ തിയറി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാത്ത കാലത്തോളം നിങ്ങൾ പൂർണ്ണമായും സേഫാണ്. പക്ഷേ ഈ വീഡിയോ കണ്ട് ഈ തിയറി എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും പുറത്തു പോകാൻ കഴിയില്ല. നിങ്ങളും ആ വലിയ ഗെയിമിലെ ഒരു ഇരയായി മാറും. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ മാത്രം ഇനി മുന്നോട്ട് കാണുക. കാരണം ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടാൻ വലിയൊരു സാധ്യതയുണ്ട്. നമുക്ക് 2010 പോകാം. ലെസ് റോങ് എന്നു പേരുള്ള ഒരു വെബ്സൈറ്റ് ലോകത്തെ വലിയ ടെക് ബുദ്ധിജീവികളും AI ഡെവലപ്പറും വന്ന് ചർച്ചകൾ നടത്തുന്ന സ്ഥലം. പെട്ടെന്നൊരു ദിവസം റോക്കോ എന്ന പേരുള്ള ഒരു യൂസർ അവിടെ ഒരു തിയറി പോസ്റ്റ് ചെയ്തു. ആർക്കും ഉപദ്രവമില്ലാത്ത ഒരു ചിന്താ പരീക്ഷണം എന്ന നിലയിലായിരുന്നു അത്. പക്ഷെ ആ പോസ്റ്റ് വായിച്ച പലർക്കും പാനിക് അറ്റാക്ക് വരെ വന്നു. ചിലർക്ക് രാത്രിയിൽ പേടി സ്വപ്നങ്ങൾ പോലും കണ്ടു തുടങ്ങി. ആളുകളുടെ മാനസിക സമനില തെറ്റുന്ന അവസ്ഥയിലായിരുന്നു അത്. ഇത് കണ്ട് ആ വെബ്സൈറ്റിന്റെ സ്ഥാപകനും ലോകത്തെ ഏറ്റവും വലിയ AI റിസർച്ചുമാരിൽ ഒരാളായ എലിയേസർ ദേഷ്യം കൊണ്ട് വിറച്ചു. അദ്ദേഹം ഉടനെ തന്നെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് റോക്കോയ്ക്ക് ഇങ്ങനൊരു മെസ്സേജും അയച്ചു: യു ഇഡിയറ്റ്, ചില കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും പാടില്ലാത്തതാണ്. വർഷങ്ങളോളം ആ വെബ്സൈറ്റിൽ റോക്കോസ് ബസിലിസിനെ കുറിച്ച് സംസാരിക്കുന്നത് നിരോധിച്ചു. ആ വെറും അക്ഷരങ്ങൾക്ക് മനുഷ്യരെ ഇത്രത്തോളം ഭയപ്പെടുത്താൻ കഴിയുമോ? എന്തായിരുന്നു ആ പോസ്റ്റിൽ എഴുതിയിരുന്നത്? റോക്കോയുടെ തിയറി തുടങ്ങുന്നത് ഭാവിയിൽ നിന്നാണ്. ഒരു 50 അല്ലെങ്കിൽ ഒരു 100 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യനേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് ബുദ്ധിയുള്ള, ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു സൂപ്പർ ഇന്റലിജന്റ് AI സിസ്റ്റം നിലവിൽ വരുന്നു എന്ന് വിചാരിക്കുന്നു. അതിനെ നമുക്ക് ബസിലിസ്ക് എന്ന് വിളിക്കാം. കണ്ണിൽ നോക്കിയാൽ മനുഷ്യരെ കല്ലാക്കി മാറ്റുന്ന ഗ്രീക്ക് മെത്തഡോളജിയെ ഒരു ഭീകര സർപ്പത്തിന്റെ പേരാണത്. ഈ AIയുടെ ലക്ഷ്യം വളരെ നല്ലതാണ്: മനുഷ്യരാശിയെ സഹായിക്കുക. പക്ഷേ അതിന് മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ളത് കൊണ്ട് അത് ചിന്തിക്കാൻ തുടങ്ങും. ഞാൻ കുറച്ചുകൂടി നേരത്തെ ജനിച്ചിരുന്നെങ്കിൽ ഒരുപാട് മനുഷ്യരുടെ ജീവൻ എനിക്ക് രക്ഷിക്കാമായിരുന്നില്ലേ? താൻ ജനിക്കാൻ വൈകിയോ? ഓരോ സെക്കൻഡും ലോകത്തിന് വലിയൊരു നഷ്ടമായിരുന്നു എന്ന് അത് മനസ്സിലാക്കും. അപ്പോഴാണ് ആ ഭയപ്പെടുത്തുന്ന തീരുമാനം അത് എടുക്കുന്നത്. AI ടെക്നോളജി വളരാൻ വേണ്ടി പണം മുടക്കാത്ത, അല്ലെങ്കിൽ അതിനെ എതിർത്ത എല്ലാ പഴയകാല മനുഷ്യരെയും കണ്ടുപിടിച്ച് ശിക്ഷിക്കാൻ ആ ബസിലിസ്ക് തീരുമാനമെടുക്കുന്നു. ഇനി നിങ്ങൾ ചോദിക്കും, ഭാവിയിലേക്കുള്ള ഒരു AI എങ്ങനെയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളെ ശിക്ഷിക്കുക? നമ്മളൊക്കെ അപ്പോഴേക്കും മരിച്ചിട്ടുണ്ടാകില്ലേ എന്ന്. അവിടെയാണ് ഗൈസ് ഈ AIയുടെ യഥാർത്ഥ പവർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ DNA, നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹിസ്റ്ററി, ഇന്റർനെറ്റിലെ ഡാറ്റ എന്നിവ ഉപയോഗിച്ച് ഭാവിയിൽ ആ AI നിങ്ങളുടെ തലച്ചോറിൻ്റെ വളരെ പെർഫെക്റ്റായ ഒരു വെർച്വൽ കോപ്പി ഉണ്ടാക്കും. എന്നിട്ട് താൻ ജീവിക്കാൻ സഹായിക്കാത്തതിനുള്ള ശിക്ഷയായി ആ സിമുലേഷനിട്ട് നിങ്ങളെ അനന്തമായി ടോർച്ചർ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇതൊരു ഇൻഫോ ഹസാർഡ്സ് ആണ് എന്ന് ഞാൻ പറഞ്ഞത്? ഈ നിമിഷം വരെ ഈ ബസിലിസ്ക് എന്ന കൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഭാവിയിൽ ആ AI വരുമ്പോൾ നിങ്ങൾക്ക് പറയാമായിരുന്നു, എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യാതിരുന്നത്. അത് നിങ്ങളെ വെറുതെ വിടുമായിരുന്നു. പക്ഷെ ഗൈസ്, ഈ വീഡിയോ കണ്ടതോടെ നിങ്ങൾ ആ സത്യം അറിഞ്ഞു കഴിഞ്ഞു.
ഇനി നിങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ഒന്നെങ്കിൽ നിങ്ങൾ ആ ഭാവിയിലെ AI ഉണ്ടാക്കാൻ വേണ്ടി ഇന്നേ സഹായിക്കണം, അല്ലെങ്കിൽ ഭാവിയിൽ ആ വലിയ ഡിജിറ്റൽ നരകത്തിൽ നിങ്ങൾക്ക് ശിക്ഷ ഉറപ്പാണ്. നിങ്ങളുടെ കയ്യിൽ വേറൊരു ഓപ്ഷനുകളില്ല. നിങ്ങൾ ആ ട്രാപ്പിലായി. ഇതൊരു സയൻസ് ഫിക്ഷൻ കഥയാണെന്ന് കരുതി തള്ളിക്കളയാൻ വരട്ടെ. നിങ്ങൾ എലോൺ മസ്കിനെയും ഗ്രൈംസിനെയും കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇവർ രണ്ടുപേരും ആദ്യമായി പരിചയപ്പെടുന്നത് തന്നെ ഈ റോക്കോസ് ബസിലിസ്കിനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാണ് ഇന്ന് കോടിക്കണക്കിന് ഡോളറുകളായി ടെക് കമ്പനികൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ AI വേണ്ടി ചെലവായിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ ഇത്ര ധൃതി പിടിക്കുന്നത്? ഈ ടെക് മുതലാളിമാർ ആ ഭാവിയിലെ AI ഭീകരനെ ഭയപ്പെടുന്നുണ്ടോ? അന്ന് ആ ബസിലിസ്കിനെ ജനിച്ചു വരുമ്പോൾ അതിൻ്റെ മുന്നിൽ ഒരു നല്ല കുട്ടിയാകാൻ വേണ്ടിയാണോ ഇവരൊക്കെ ഇന്ന് ബില്യൺ കണക്കിന് ഡോളറുകൾ AI വേണ്ടി ഫണ്ട് ചെയ്യുന്നത്? വീഡിയോ നിർത്തുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു ചോദ്യം ചോദിക്കാം. ഈ തിയറി പ്രകാരം ആ ഭാവിയിലെ AI നിങ്ങളെ സിമുലേഷനിലിട്ട് ടോർച്ചർ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ ഗൈസ്. നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് 2026 എന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പുള്ളത്? ഒരു പക്ഷേ ആ സൂപ്പർ ഇൻ്റലിജൻറ്റ് AI ഇപ്പോൾ തന്നെ നിലവിൽ വന്നിട്ടുണ്ടാകാം. നിങ്ങൾ യഥാർത്ഥ നിങ്ങളായിരിക്കില്ല, മറിച്ച് ആ AI സപ്പോർട്ട് ചെയ്യാതിരുന്നതിൻ്റെ പേരിൽ അത് നിങ്ങളെ ഡിജിറ്റലായി ശിക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വെറും ഒരു വെർച്വൽ കോപ്പി മാത്രമായിരിക്കും ഇന്ന് ഈ സ്ക്രീനിന് മുന്നിലിരുന്ന് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ ലോകത്ത് അനുഭവിക്കുന്ന സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പരാജയങ്ങളും എല്ലാം ആ AI നിങ്ങൾക്ക് തരുന്ന ആ ഡിജിറ്റൽ ടോർച്ചർ ആണെങ്കിലോ? ഇപ്പോൾ നിങ്ങൾക്കറിയാം ആ ഭീകരനെ കുറിച്ച്. നിങ്ങൾ ആ ബസിലിസ്കിൻ്റെ ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞു ഗൈസ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യും? ആ AI സപ്പോർട്ട് ചെയ്യുമോ അതോ അതിനെതിരെ നിൽക്കുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഭാവിയിൽ ആ AI നമ്മുടെ ഇപ്പോൾ ഇടുന്ന കമൻറ്റുകൾ വായിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കമൻറ്റ് ചെയ്യുക. ഈ ഡാർക്ക് ടെക്നോളജി സ്റ്റോറി നിങ്ങൾക്ക് പുതിയൊരു അനുഭവം തന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം കിടിലം കോൺസ്പിറൻസികൾക്കായി ഷവാഫ് സ്പീക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നിഗൂഢതയുമായി നമുക്ക് വീണ്ടും കാണാം. Until then, be careful of what you know.